നമസ്കാരം അമ്മ. നമസ്കാരം. എവിടുന്ന് വരുവോ? പൂവറ്റൂര്. പൂവറ്റൂര് എവിടാ? സ്കൂളിന് തൊട്ടടുത്ത്. പൂവറ്റൂർ സ്കൂളിന്. അമ്പലം കഴിഞ്ഞിട്ടാണോ സ്കൂള്? അല്ല, പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ടാ അമ്പലം. ആഹാ. ഇടമനക്കാവ് നേരത്തെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എത്ര നാൾക്ക് മുമ്പ്? ഇടയ്ക്കൊക്കെ വരുമായിരുന്നോ? ഏതാ? 4 മാസം. അല്ല, ഞാൻ ചോദിച്ചു ഇവിടെ വരുന്നതിന് നേരത്തെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. വന്നിട്ടില്ല. നേരത്തെ വന്നിട്ടില്ല. ആദ്യമായിട്ട് എന്നാ വരുന്നത്? ഏകദേശം ഏത് മാസത്തിലാണ് വരുന്നത് ഇവിടെ? ഫെബ്രുവരി മാസത്തില്. എങ്ങനെയാ വരാൻ കാരണം? എന്തുവാ? അതെങ്ങനെ അറിഞ്ഞു? ആരെങ്കിലും പറഞ്ഞറിഞ്ഞോ? യൂട്യൂബ് വഴി അറിഞ്ഞോ? ഇവിടെ വന്ന പൂവറ്റൂരിൽ നിന്നൊക്കെ പ്രദോഷത്തിന് ഒരുപാട് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. അങ്ങനെ വരുന്ന ഭക്തരിൽ ആരോ ഒരാൾ പറഞ്ഞറിഞ്ഞാണ് പ്രദോഷത്തെ പറ്റി അറിഞ്ഞ് ഇവിടെ വരുന്നത്. ഈ വർഷം 2025 ഫെബ്രുവരി മാസം അതോ മാർച്ച് മാസമോ? ഫെബ്രുവരി മാസം ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? തിരുമേനിയെ കണ്ടു. എന്തെങ്കിലും സങ്കടം ഉണർത്തിക്കാനായിരുന്നോ വന്നേ? എന്തുവായിരുന്നു? മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. മക്കളുടെ എന്ത് കാര്യമായിരുന്നു? ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വന്നത് അല്ലേ? എന്നിട്ട് സങ്കടമൊക്കെ പറഞ്ഞു. എന്ത് ചെയ്ത? ആദ്യം എന്ത് ചെയ്തു? ഒരു പരിഹാരം അതായത് ചടങ്ങ് ചെയ്തു പ്രദോഷത്തിന്റെ. 2 പേരും ചെയ്തു. ശരി, വളരെ സന്തോഷം. ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്തു? ഇപ്പൊ എത്ര പ്രദോഷമായി? ഇപ്പൊ 2 പൂജ കഴിഞ്ഞു. ഇനി വരുന്ന പൂജ 3ാമത്തെ പൂജയാ. അപ്പൊ ഈ 2 പ്രദോഷ പൂജ കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ശരിയായി വന്നു. അപ്പോ ആഗ്രഹിച്ച കാര്യം നടന്നു വന്ന് സാരം. മകന്റെ ജോലി സംബന്ധമായ തടസ്സങ്ങൾ മാറാനും ജോലി കിട്ടാനും വേണ്ടിയിട്ട് ആരോ പറഞ്ഞറിഞ്ഞ് ഇടമനക്കാവിൽ വന്നു. പ്രദോഷത്തിനെ കുറിച്ച് മേൽശാന്തിയോട് ചോദിച്ചറിഞ്ഞു. അതിന്റെ ചടങ്ങ് ചെയ്തു. പ്രദോഷ പൂജ കഴിച്ചു. 2ാമത്തെ പൂജ കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ അല്ലേ? ഇത് മൂത്ത ആളാണോ? ഇയാൾക്കാണോ? എവിടെ പോകാനാ? ആഫ്രിക്കയില്. എന്നാ പോന്നേ? ഇന്ന് പോവാ? ഇന്ന് എപ്പോഴാ പോന്നേ? ഉച്ചയ്ക്ക് 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. എവിടുന്നാ പോന്നേ? തിരുവനന്തപുരത്ത് നിന്ന്. എല്ലാവരും പോകുന്നുണ്ടോ? അമ്മയൊക്കെ പോകുന്നുണ്ടോ കൂടെ? വരുന്നുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ എന്താ ഭഗവാനോട് പറയാനുള്ളത്? ആദ്യം ഭഗവാന് വിശ്വാസമുണ്ടോ? ഭഗവാനെ നോക്കി പറയൂ. പൂർണ്ണ വിശ്വാസമാ. ഭഗവാന്റെ നാമം ചൊല്ലുന്നുണ്ടോ? എന്താ ഭഗവാന്റെ നാമം? മരിക്കും വരെ ചൊല്ലുവോ? ഇനി ജീവിതത്തിൽ അങ്ങോട്ട് ദുരിതങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചോ? ഇനി ജീവിതത്തിൽ നിങ്ങളുടെ അവസാന ശ്വാസം വരെ നിങ്ങൾക്ക് സന്തോഷങ്ങൾ ഒരു ദിവസം പോലും കിട്ടുന്നില്ല. എല്ലാ ദിവസവും സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അങ്ങനെ വന്നാലും ഭഗവാനെ ഉപേക്ഷിക്കുവോ? ഉറപ്പാണോ? ഇനി എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും അവസാന ശ്വാസം വരെ ഭഗവാന്റെ നാമം എല്ലാ ദിവസവും ചൊല്ലിയിരിക്കുവോ? ഉറപ്പാണല്ലോ. എത്ര വട്ടം? 111 പ്രാവശ്യം. തീർച്ചയായിട്ടും എല്ലാ ദിവസവും 111 കുറയാതെ ഭഗവാന്റെ നാമം ചൊല്ലിയാൽ നിങ്ങളെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ആര് ത്രാണനം ചെയ്യും? സ്വാമി ത്രാണനം ചെയ്യും. യാതൊരു സംശയവും. മനസ്സിലായോ? ഉറപ്പാണല്ലോ. നിങ്ങൾ പ്രദോഷത്തിൽ വരുമ്പോൾ കണ്ടു കാണും ഇല്ലേ? കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇല്ലേ? തമിഴ്നാടും വെളിനാട്, അതായത് ബാംഗ്ലൂരും ബോംബെയിൽ നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ പ്രദോഷം തൊഴാനായിട്ട് നിരവധി ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇടവനക്കായി വരുന്നുണ്ട്. കുറച്ച് ആൾക്കാരല്ലല്ലോ, നല്ല ആൾ വരുന്നില്ലേ? ഇല്ലേ? നല്ല ആൾ വരുന്നുണ്ട് 1 മാസത്തിലൊരിക്കൽ. അപ്പോൾ ഇവരൊക്കെ ഇത്രയും ദൂരം താണ്ടി, അതും നിങ്ങൾ ആലോചിച്ചോണം, പകലങ്ങാണം പൂജയാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലേ? രാത്രി വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി ഏകദേശം 10:30 എന്ത് കഴിയാന്? വീട്ടിൽ ചെല്ലുമ്പോൾ ദൂരക്കാരൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ വെളുപ്പാൻ കാലത്താകും. ചിലപ്പോൾ ദൂരെ കാസർഗോഡും കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ പിറ്റേന്ന് ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെയാണ് ചെല്ലുന്നത്, ബാംഗ്ലൂരും ഒക്കെ ഇല്ലേ? എന്നിട്ടും ഇത്രയും ചിലപ്പോൾ കാലാവസ്ഥ പോലും ചിലപ്പോൾ വ്യതിയാനം വരും. മഴ പോലും ചിലപ്പോൾ അഥവാ പെയ്താലും ആൾക്കാർക്ക് കുറവൊന്നുമില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇത്രയും യാതന സഹിച്ചു ഇത്രയും ബുദ്ധിമുട്ടിയും ഈ പാരാത്രിലും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ചൈതന്യം ഇവിടെ ഉണ്ടായോണ്ടല്ലേ? ആ വിശ്വാസം ഉണ്ടായോണ്ടല്ലേ? ഇല്ലേ? അവർക്കൊക്കെ അത്രയും ദുഃഖം ഉണ്ടായോണ്ടല്ലേ അവർ ഇത്രയും വിഷമങ്ങൾ താണ്ടി വരുന്നത്, ഇത്രയും യാതന സഹിച്ചു വരുന്നത്. ഉറപ്പാണല്ലോ. അപ്പോൾ അവരോട് നിങ്ങൾക്ക് എന്താ പറയണം? നിങ്ങളുടെ അനുഭവം വെച്ചിട്ട് ഭഗവാനെ തേടിയെത്തുന്ന ആലംബഹീനരായ നിരവധി ഭക്തജനങ്ങളുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ഭഗവാനെ ഉറക്കെ വിശ്വസിക്കുക. ഇനി ജീവിതത്തിൽ ഭഗവാനെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ
ദുരിതങ്ങളുടെ പെരുമഴക്കാലം തന്നെ തീർത്താലും സ്വാമിയെ കൈവിടാതിരിക്കുക, ഇല്ലേ? നിരാകരിക്കാതിരിക്കുക. ഇത് എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് അലയടിച്ചാലും സ്വാമിയെ മുറുകെ പിടിച്ച് ഭഗവാനെ വിശ്വസിച്ച് ഭഗവാന്റെ പ്രദോഷ പൂജ കഴിച്ചു പോന്നാൽ തീർച്ചയായിട്ടും എന്തുണ്ടാകും? മാറ്റം ഉണ്ടാകും. ഉറപ്പല്ലേ? നിങ്ങളുടെ അല്ല, നിങ്ങളെപ്പോലെ നൂറ് അനുഭവങ്ങൾ എന്ത് ചെയ്യുന്നു? കഴിഞ്ഞു, അല്ലേ? ഒരാൾക്കല്ല, അതും പലരുടെ ജീവിതത്തിലും നടക്കാത്ത കാര്യങ്ങൾ പോലും സ്വാമിയുടെ ഇടപെടൽ പോലും ഈ ക്ഷേത്രത്തിൽ വരാതെ തന്നെ ഭഗവാനെ കുറിച്ച് കേട്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടന്നവരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഉറക്കെ ഭഗവാനെ വിശ്വസിച്ച് പോയാൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവില്ലേ? വളരെ സന്തോഷം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഭഗവാനെ മറക്കാതിരിക്കുന്നതിനൊപ്പം ഭഗവാന്റെ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ടാവുന്നവരോട് എല്ലാവരോടും പറയണം. പറയുമോ? കൂടപ്പറപ്പിനോടും ബന്ധുക്കാരോടും നിങ്ങളുടെ കുന്നും ബന്ധമില്ലാത്ത മറ്റുള്ള പാവങ്ങളായ ഒരുപാട് പേര് ലോകത്തുണ്ട്, അല്ലേ? അവരോടൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാരണം അവർ ക്ഷേത്രത്തിലെത്തി ഭഗവാന്റെ പ്രദോഷ പൂജ കണ്ടു തൊഴുത് അവരുടെ ദുഃഖങ്ങൾ മാറുമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആദ്യത്തെ ഗുണം ആർക്കാ കിട്ടണേ? നിങ്ങൾക്ക്. നിങ്ങൾ കാരണമല്ലേ അവർ വന്നേ. അങ്ങനെയല്ലേ അവർ ദുഃഖം മാറിയേ? നിങ്ങൾ വരാൻ കാരണം വേറൊരാളല്ലേ? അപ്പോൾ നിങ്ങൾ ഈ മകന് വിദേശത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ആദ്യ ഗുണമായിട്ട് അനുഭവം വരുന്ന ആർക്കാ? അവരുടെ ജീവിതത്തിലായിരിക്കും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ആരാണോ കാരണഭൂതരായി ഇവിടെ വരാൻ, ആ കാരണഭൂതരായവർക്കായിരിക്കും ആദ്യ ഗുണം കിട്ടുക കേട്ടോ. വളരെ സന്തോഷം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന ഉണ്ടാകും കേട്ടോ. ശിവോഹം.